ടാറ്റ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടും ക്വാർട്ടർ റിപ്പോർട്ടും ഈ അടുത്താണ് പുറത്തുവിട്ടത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ 3 മടങ്ങ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റിലെ 9,500 കോടി രൂപയോളം വരുന്നത് ഡെഫേർഡ് ടാക്സ് റിട്ടേൺ എന്ന ഇനത്തിലാണ്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തിലും ലാസ്റ്റ് ക്വാർട്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രധാന വാഹനങ്ങളായ ജാഗ്വർ, ലാൻഡ് റോവർ തുടങ്ങിയ വാഹനങ്ങൾ UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പ്ലാന്റുകളുള്ളതാണ്. 2030 കൂടി ജാഗ്വർ മുഴുവനായും ഇലക്ട്രിക്കൽ വെഹിക്കിളായിട്ട് മാറുന്നതാണ്. പ്രത്യേകിച്ച് യൂറോപ്പിൽ 2030 കൂടി ഇലക്ട്രിക്കൽ വെഹിക്കിൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം ഉണ്ട്. അതുപോലെ തന്നെ